ഇങ്ങനെയൊക്കെ നടത്തി അങ്ങനെ കൊണ്ടുപോകാം. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കാരണന്മാർ തുടങ്ങി വെച്ച കപ്പത്തുറവി ഇന്ന് ഏകദേശം 3000-ഓളം ആളുകൾക്കുള്ള ഒരു നോമ്പ് തുറയാണ്, കപ്പത്തുറവിയാണ് ഞങ്ങൾ നാട്ടിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 720 കിലോ കപ്പയും 375 കിലോ ബീഫുമായി ഇന്ന് അതിവിപുലമായിട്ടുള്ളൊരു കപ്പത്തുറവിയാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലുള്ള പത്തുതറ മാനു എന്നവർ കൃഷി ചെയ്ത് ഈ സമയത്തേക്കുള്ള ഇത്രയും തൂക്കം വരുന്ന കപ്പ ഞങ്ങൾക്ക് ഇതിലേക്ക് സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇങ്ങനെ ഈ കപ്പ കൃഷി ചെയ്ത് ഞങ്ങൾ ഈ രീതിയിലേക്ക് ഞങ്ങൾ സമാഹരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമാണ്. ഇതിൽ എല്ലാവരും ജോലികൾ ഒഴിവാക്കി ഒരു 4-5 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരാഘോഷം പോലെയാണ് ഇപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. 4 ദിവസം മുമ്പ് പന്തലിട്ടു, മഴനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അതുപോലെ മഴ ഇവിടെ വന്നു. എങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിലൊരു മാനസിക ബുദ്ധിമുട്ടില്ലാത്ത ഇതിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ കാഴ്ചപ്പാടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ആഘോഷം ഇതിപ്പോൾ ഈ പ്രദേശത്തുള്ള പത്തുതറ സെയിനും അറിയുന്ന ആൾ തന്നെ കഴിഞ്ഞ വർഷം ഇതിന് വേണ്ടിയിട്ട് കപ്പ കൃഷി ചെയ്തു. കഴിഞ്ഞ വർഷം അതേപോലെ അയാൾ തന്നെ ഉണ്ടാക്കി തന്നിരുന്നു. ഇപ്രാവശ്യം അയാൾ തന്നെ കപ്പ ഉണ്ടാക്കി തന്നു. ബാക്കിയുള്ള കപ്പ അയാൾ പുറത്തേക്ക് കൊടുക്കുള്ളൂ. അതേപോലെ ഇതിന് വേണ്ട കന്ന് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ കണ്ടെത്തി അതിനെ ഞങ്ങൾ പരിപാലിച്ച് ഇന്നലെ നോമ്പ് തുറന്ന മുതൽ ഇവിടെ അറിവും കപ്പ നന്നാക്കലും അതുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഒത്തൊരുമ, ഈ കൂട്ടായ്മ, ഈ ഐക്യമാണ് ഈ വണ്ടൂർ മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകാനാണ് ഞങ്ങൾ ഇതിലൂടെ ശ്രമിക്കുന്നത്.